ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ബഞ്ചിങ് ജമ്പ് ചെയ്യണം, അതുപോലെ തന്നെ സ്കൈ ഡൈവ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ്. അതായത് കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഡെയിലി ഞാൻ കാണാറുണ്ട്. അതായത് ഇപ്പൊ ബഞ്ചിങ് ജമ്പ് ചെയ്യുന്നതിന്റെയും അതുപോലെ സ്കൈ ഡൈവ് ചെയ്യുന്നതിന്റെയും ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പൊ നമ്മളൊരു സ്കൈ ഡൈവ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ബഞ്ചിങ് ജമ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ ചെയ്യാൻ പോകുന്ന ആൾക്ക് എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടായിരിക്കും അല്ലെ? അതായത് അത് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് എത്ര വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് മനുഷ്യനാണ്, അതിലെന്താണ് പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ബഞ്ചിങ് ജമ്പ് ചെയ്യുന്ന ആൾക്കും ഇതേ പേടി അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആക്ടിവിറ്റി ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഉണ്ടാവും അല്ലെ? നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും, നമുക്ക് ആ ഒരു ടൈമിൽ ഒരുപാട് തരത്തിലുള്ള ബോഡി ചേഞ്ചസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അല്ലെ? ബഞ്ചിങ് ജമ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ഫീലിങ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്? നമ്മളുടെ ബോഡിയിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഷിവർ ചെയ്യുന്ന പോലെ തോന്നും. അതുപോലെ നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് കൂടുന്നതായിട്ട് തോന്നും. ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൊക്കെ എന്ത് ചെയ്യും? ബൾജ് ചെയ്തു വരും അല്ലെ? അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ഒക്കെ അല്ലെങ്കിൽ ഇത്രയും ചേഞ്ചസ് ഒക്കെ ഈ ഒരു ടൈം പീരീഡിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ ബോഡിയിലുള്ള ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അല്ല? ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നത്? നമ്മളിപ്പോ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം ഡിസ്കസ് ചെയ്യുന്ന എന്താണ്? ഹോർമോൺസിനെ കുറിച്ചും അതുപോലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും. ഓക്കെയാണ് അല്ലെ? അപ്പോ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം, ഏതോ ഒരു ഗ്ലാൻഡ് അല്ലെങ്കിൽ ഏതോ ഒരു ഹോർമോൺ ഇത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന എമർജൻസി സിറ്റുവേഷനിൽ നമ്മളുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്, ആ ഹോർമോൺ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ആ ഗ്ലാൻഡ് ഏതാണ്, ആ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ് ഉണ്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ഏത് ഗ്ലാൻഡ് ആണ്? അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ അഡ്രിനൽ ഗ്ലാൻഡ് എവിടെയായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത്? ചെയ്തേക്കുന്നത്? ഇതാണ് നമ്മളുടെ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കിഡ്നി ആണോ? അല്ല. കിഡ്നിയുടെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഇമേജിൽ കിഡ്നിയുടെ തൊട്ടു മേളിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഒരു പാർട്ട് കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മളുടെ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ അഡ്രിനൽ ഗ്ലാൻഡ്. അപ്പോ ഈ അഡ്രിനൽ ഗ്ലാൻഡ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ ആൻസർ കിട്ടിയില്ലേ? കിഡ്നിയുടെ തൊട്ടു മുകളിലായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് അഡ്രിനൽ ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡ് ആണ് നമ്മളുടെ എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മളുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസിന് കാരണമാകുന്ന ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ഹോർമോൺസ് ആയിരിക്കും ഈ പറയുന്ന അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്രിനൽ ഗ്ലാൻഡിന്റെ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഒരു സെക്ഷൻ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ സെഷൻ കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾ ഒരു അഡ്രിനൽ ഗ്ലാൻഡ് നമ്മൾ പാതിയായിട്ട് മുറിച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് അഡ്രിനൽ ഗ്ലാൻഡ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, അതിന്റെ ഔട്ടർ ഒരു റീജിയണും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇന്നർ റീജിയണും ഉണ്ട് അല്ലെ? ഒരു ഔട്ടർ റീജിയണും ഉണ്ട്, ഒരു ഇന്നർ റീജിയണും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഔട്ടർ റീജിയണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർട്ടെക്സ് എന്നറിയപ്പെടുന്നത്. കോർട്ടെക്സ്, ഈ ഒരു ടേം നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. കാരണം എല്ലാ സ്ട്രക്ചേഴ്സും പഠിക്കുമ്പം നമ്മൾ അതിന്റെ എല്ലാത്തിന്റെയും ഔട്ടർ സൈഡിന് പറയുന്ന പേര് കോർട്ടെക്സ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്. ഔട്ടർ റീജിയൺ എപ്പോഴും പറയുന്ന പേര് എന്താണ്? കോർട്ടെക്സ് എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻസൈഡിലായിട്ട് കാണപ്പെടുന്ന മറ്റൊരു റീജിയണും കൂടി നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിനുണ്ട്. ആ ഒരു പോർഷനെ നമ്മൾ പറയുന്ന പേരാണ്
മെഡുല്ല എന്നറിയപ്പെടുന്നത്. എന്താണ് പറയുന്നത്? മെഡുല്ല. ഈ ഒരു റീജിയൺ ആണ് എന്തെന്ന് പറയുന്നത്? മെഡുല്ല. അതുപോലെ ഈ ഒരു റീജിയൺ ആണ് നമ്മൾ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഔട്ടർ റീജിയണും ഉണ്ട്, ഇന്നർ റീജിയണും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അഡ്രിനൽ ഗ്ലാൻഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇത്രയാണ്. അഡ്രിനൽ ഗ്ലാൻഡിന് 2 പാർട്സ് ഉണ്ട്. ഔട്ടർ ആയിട്ടുള്ള റീജിയനെ കോർട്ടെക്സ് എന്നും ഇന്നർ ആയിട്ടുള്ള റീജിയനെ നമ്മൾ എന്തെന്നുമാണ് പറയുന്നത്? മെഡുല്ല എന്നുമാണ് പറയുന്നത്. അപ്പോ ഈ കോർട്ടെക്സും മെഡുല്ലയും ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഉണ്ട് അല്ലെ? കോർട്ടെക്സ് റീജിയണും മെഡുല്ല റീജിയൻസും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയായിരിക്കും ഈ പറയുന്ന ഹോർമോൺസ്? ഏതൊക്കെയായിരിക്കും മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്? ഏതൊക്കെയായിരിക്കും കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്? ഏതൊക്കെയായിരിക്കും? അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരുപാട് ഹോർമോൺസ് നമ്മളുടെ അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ മെഡുല റീജിയൻസിൽ നിന്നും അതുപോലെ തന്നെ അതിന്റെ കോർട്ടെക്സ് റീജിയൻസിൽ നിന്നും ഒക്കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരുപാട് തരത്തിലുള്ള ഹോർമോൺസ് ഈ പറയുന്ന അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എമർജൻസി സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺസും അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ചില ഹോർമോൺസുകളും ഒക്കെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് പല പല നമ്മളുടെ ബോഡിയിലെ പല റീജിയൻസിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നതും. ഈ ഒരു ഇമേജ് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും. ചില ഹോർമോൺസിന്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അതിനകത്ത് മേജർ ആയിട്ട് വരുന്ന കുറച്ച് ഹോർമോൺസ് ആണ് ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് പറയുന്ന ഹോർമോൺസുകളാണ് ഏതൊക്കെ? ആൾഡോസ്റ്റിറോൺ ഉണ്ട്, കോർട്ടിസോൾ ഉണ്ട്, അതുപോലെ തന്നെ ആൻഡ്രോജൻസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? സെക്സ് ഹോർമോൺസ് എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റും. സെക്സ് ഹോർമോൺസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ സെക്സ് ഹോർമോൺസ് ഒക്കെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളുടെ കോർട്ടെക്സ് റീജിയൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഔട്ടർ റീജിയൺ ആയിട്ടുള്ള കോർട്ടെക്സ് റീജിയൺ ആണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൾഡോസ്റ്റിറോൺ, കോർട്ടിസോൾ, അതുപോലെ തന്നെ സെക്സ് ഹോർമോൺസിനെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ കോർട്ടെക്സ് റീജിയൺ ആണ്. അതേസമയത്ത് മെഡുല്ല എന്ന് പറയുന്ന നമ്മളുടെ ഇൻസൈഡിലുള്ള റീജിയൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരൂടെ ഉണ്ട് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്നിങ്ങനെ 2 ഹോർമോൺസിനെയാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്. അപ്പൊ ഈ പറയുന്ന ഹോർമോൺസ് അഡ്രിനൽ ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും അത് ആക്ട് ചെയ്യുന്ന റീജിയൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓർഗൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് അല്ലെ? ഈ പറയുന്ന ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ആക്ട് ചെയ്യുന്നത് കിഡ്നിയിലാണ്. അതുപോലെ തന്നെ കോർട്ടിസോൾ ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ലിവറിലാണ്. അതുപോലെ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ പോലെയുള്ള എമർജൻസി ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ആക്ട് ചെയ്യുന്നത് ലിവറിലും ഹാർട്ടിലും അതുപോലെ തന്നെ നമ്മുടെ മസിൽസിലൊക്കെയാണ്. സെക്സ് ഹോർമോൺസ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന കോർട്ടെക്സ് റീജിയണും മെഡുലാർ റീജിയൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകും ഇതിന്റെ ഔട്ടർ റീജിയൺ, അതായത് നമ്മളുടെ ഒരു അഡ്രിനൽ ഗ്ലാൻഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ടർ റീജിയനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കോർട്ടെക്സ് എന്ന് പറയുന്നത് അല്ലെ? അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഔട്ടർ റീജിയനെ പറയുന്ന പേരാണ് അഡ്രിനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മേജർ ആയിട്ട് 3 ഹോർമോൺസിനെയാണ് ഈ പറയുന്ന അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തേതാണ് കോർട്ടിസോൾ എന്നറിയപ്പെടുന്ന ഒന്നാമത്തെ ഹോർമോൺ, രണ്ടാമത്തേതാണ് ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ, മൂന്നാമത്തേതാണ് സെക്സ് ഹോർമോൺസ്. ഈ 3 ഹോർമോൺസ് ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളുടെ അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ഫങ്ഷൻസും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ഈ കോർട്ടിസോളിന്റെ ഫങ്ഷൻ എന്താണെന്നാണ്. എന്തായിരിക്കും ഈ കോർട്ടിസോളിന്റെ ഫങ്ഷൻ? എന്തായിരിക്കും കോർട്ടിസോളിന്റെ ഫങ്ഷൻ? എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? കോർട്ടിസോളിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മെയിൻലി ഗ്ലൂക്കോസിന്റെ സിന്തസിസ് ആണ്. എന്താണ് ഫങ്ഷൻ? ഗ്ലൂക്കോസ് സിന്തസിസ്. ഗ്ലൂക്കോസിന്റെ സിന്തസിസിന് മെയിൻ ആയിട്ട് ഒരു
എന്താണ് റോൾ ഉള്ള ഒന്നാണ് നമ്മുടെ കോർട്ടിസോൾ എന്ന് പറയുന്നത്. എസ്പെഷ്യലി എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും ചേർന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്ടിനും അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ പറഞ്ഞപ്പോൾ ലിവറിനുണ്ടാവുന്ന ഒരു ചേഞ്ച് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു പറഞ്ഞത്? അവിടെ ഗ്ലൂക്കോസിന്റെ ഫോർമേഷൻ നടക്കും. അതായത് ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ഗ്ലൂക്കോസിന്റെ ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നടന്ന ചേഞ്ച് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് അവിടെ ഉണ്ടാകണമെങ്കിൽ അത് അവിടെ ആര് ആക്ട് ചെയ്യണം? നമ്മളുടെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണും കൂടി അവിടെ ആക്ട് ചെയ്തെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു ബ്രേക്ക് ഡൗൺ നടന്ന് ഗ്ലൂക്കോസിന്റെ സിന്തസിസ് അവിടെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോ നമ്മളുടെ ബോഡിയിലുള്ള പ്രോട്ടീൻസിൽ നിന്നും അതുപോലെ തന്നെ ഫാറ്റിൽ നിന്നുമൊക്കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? എമർജൻസി സിറ്റുവേഷൻസിൽ ഗ്ലൂക്കോസിന്റെ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ആര്? അഡ്രിനൽ കോർട്ടക്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നമ്മളുടെ കോർട്ടിസോൾ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ഹോർമോൺ. അതുപോലെ തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലും ഈ പറയുന്ന കോർട്ടിസോളിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. അതായത് നമ്മളുടെ ഡിഫൻസ് സെൽസിന്റെ ഒക്കെ ആക്ടിവിറ്റീനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും അതുപോലെ അലർജി അതുപോലെ തന്നെ ഇൻഫ്ലാമേഷൻ പോലെയുള്ള ചില കണ്ടീഷൻസ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുമ്പം അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ കോർട്ടിസോള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ആക്ട് ചെയ്യുന്ന ഈ കോർട്ടിസോൾ ആക്ട് ചെയ്യണമെങ്കിൽ അത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ലിവറിലായിരിക്കും. കാരണം ലിവറിലാണ് ഈ പറയുന്ന സ്റ്റോറേജ് ഒക്കെ നടന്നേക്കുന്നത്. നമ്മളുടെ ഫാറ്റിന്റെയും അതുപോലെ തന്നെ പ്രോട്ടീൻസിന്റെയും ഒക്കെ സ്റ്റോറേജ് എന്ന് പറയുന്നത് നടക്കുന്നത് ലിവറിലാണ്. അപ്പൊ ഈ പറയുന്ന ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യണമെങ്കിൽ കോർട്ടിസോൾ എവിടെ പോയി ആക്ട് ചെയ്യണം? നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ ഉണ്ടായ കോർട്ടിസോള് ലിവറിൽ ആക്ട് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ഗ്ലൂക്കോസ് സിന്തസിസ് നടക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് കോർട്ടിസോളിന്റെ കാര്യം. അതെ, കോർട്ടിസോളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഹോർമോൺ ആണ് ആൾഡോസ്റ്റിറോൺ എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ ഹോർമോൺ ആൾഡോസ്റ്റിറോൺ. ഈ ആൾഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൾഡോസ്റ്റിറോൺ ആണ് നമ്മളുടെ ബോഡിയിലെ വാട്ടറിന്റെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള സോൾട്ടുകളുണ്ട് അല്ലെ. ഈ പറയുന്ന വാട്ടറിന്റെയും അതുപോലെ തന്നെ സോൾട്ടിന്റെയും ഒക്കെ കോൺസെൻട്രേഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളുടെ ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ എത്രമാത്രം വാട്ടർ വേണം അല്ലെങ്കിൽ വാട്ടറിന്റെ കണ്ടന്റ് എത്രമാത്രം ഉണ്ടായിരിക്കണം, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടിലായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ സോൾട്ടിന്റെ എമൗണ്ട്, നമ്മളുടെ ബോഡിയിലെ എല്ലാ സോൾട്ടുകൾക്കും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റേഞ്ച് ഉണ്ട്. അതായത് ഇത്ര മാത്രമേ ഉണ്ടാകാവൂ എന്നുള്ളൊരു റേഞ്ച് ഉണ്ട്. അപ്പൊ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരായിരിക്കും? ഈ പറയുന്ന ആൾഡോസ്റ്റിറോൺ ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന ആൾഡോസ്റ്റിറോൺ എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ആൾഡോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനൽ കോർട്ടക്സിലാണ്. പക്ഷെ ആക്ട് ചെയ്യുന്ന ഓർഗൻ ഏതായിരിക്കും? എന്തായിരിക്കും? നമ്മുടെ കിഡ്നിയിലായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത് അല്ലെ. കിഡ്നിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം നമ്മളുടെ ബോഡിയിലെ വാട്ടറിന്റെയും അതുപോലെ തന്നെ സോൾട്ടിന്റെയും ഒക്കെ കോൺസെൻട്രേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു മേജർ റോള് വഹിക്കുന്ന ഒരു ഓർഗനാണ് ആരെന്ന് പറയുന്നത്? കിഡ്നി. കാരണം കറക്റ്റ് ആയിട്ട് ഈ പറയുന്ന കിഡ്നിയിലെ എക്സ്ക്രീഷൻ പ്രോസസ്സ് നടന്നു കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളുടെ ബോഡിയിലെ വാട്ടറിന്റെയും സോൾട്ടിന്റെയും ഒക്കെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പൊ ഇത്തരത്തില് നമ്മളുടെ ബോഡിയിൽ വാട്ടറിന്റെയും സോൾട്ടിന്റെയും ഒക്കെ ആ ഒരു കോൺസെൻട്രേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ആൾഡോസ്റ്റിറോൺ എന്നറിയപ്പെടുന്ന അഡ്രിനൽ കോർട്ടക്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺ. ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? നമ്മളുടെ കിഡ്നിയിലാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് സെക്സ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ സെക്സ് ഹോർമോൺസ് ഒബ്വിയസ്ലി നമുക്കറിയാം എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? നമ്മുടെ സെക്സ് ഓർഗൻസിലായിരിക്കും അല്ലെ. സെക്സ് ഓർഗൻസിലായിരിക്കും. നമ്മുടെ ഈ പറയുന്ന സെക്സ് ഓർഗൻസിന്റെ ഒക്കെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് സെക്സ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? നമ്മളുടെ സെക്സ് ഓർഗൻസിലായിരിക്കും. ഇപ്പം മെയിൽസിലാണെങ്കിൽ അത് ടെസ്റ്റിസിലും, അതേ സമയത്ത് ഫീമെയിൽസിലാണെങ്കിൽ അത് എവിടെയായിരിക്കും? നമ്മളുടെ ഓവറിയിലുമായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലെ. സെക്സ് ഹോർമോൺസ് എന്തിനു വേണ്ടിയിട്ടാണ്? സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ സെക്സ് ഹോർമോൺസ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അഡ്രിനൽ കോർട്ടക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ഒബ്വിയസ്ലി എവിടെയായിരിക്കും? നമ്മുടെ സെക്സ് ഓർഗൻസിലായിരിക്കും
ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. മെയിൻലി ഏതൊക്കെയാണ് അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്? കോർട്ടിസോൾ ഉണ്ട്, അതുപോലെ തന്നെ ആൾഡോസ്റ്റിറോൺ ഉണ്ട്, സെക്സ് ഹോർമോൺസ് ഉണ്ട്. അപ്പൊ കോർട്ടിസോളിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുക. എവിടെ നിന്ന്? ഓൾറെഡി നമ്മളുടെ ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോട്ടീൻസിൽ നിന്നും ഫാറ്റിൽ നിന്നും ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? കോർട്ടിസോളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഡിഫൻസ് സെൽസിന്റെ ആക്ടിവിറ്റിനെ സ്ലോ ഡൗൺ ചെയ്യുക. പിന്നെ ഇൻഫ്ലാമേഷൻ അല്ലെങ്കിൽ അലർജീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാം നമ്മളുടെ ബോഡിയിൽ ഒരുപാട് ഡിഫൻസ് സെൽസുകൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത്, അതായത് കറക്റ്റ് പ്രപ്പോർഷനിൽ ഇത്രമാത്രം മതി എന്നുള്ള ഒരു ഇൻഫർമേഷൻസ് കൊടുത്ത് കറക്റ്റ് ആയിട്ടുള്ള ലെവലിൽ അതിനെ കൺട്രോൾ ചെയ്തു പോകുന്നത് ആര് കാരണമാണ്? നമ്മളുടെ കോർട്ടിസോൾ കാരണമായിരിക്കും നടക്കുന്നത്. ഇനി നെക്സ്റ്റ് ഹോർമോൺ ഏതായിരുന്നു? ആൾഡോസ്റ്റിറോൺ അല്ലെ? ആൾഡോസ്റ്റിറോൺ നമ്മളുടെ ബോഡിയിലെ സോൾട്ട് വാട്ടർ കോൺസെൻട്രേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ ആൾഡോസ്റ്റിറോൺ എന്നറിയപ്പെടുന്ന അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയുടെ ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ആൾഡോസ്റ്റിറോൺ ആണ് രണ്ടാമത്തെ അഡ്രിനൽ കോർട്ടെക്സ് ഹോർമോൺ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഹോർമോൺ ആണ് സെക്സ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഈ സെക്സ് ഹോർമോൺസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടുമാണ് നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സ് സെക്സ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അഡ്രിനൽ കോർട്ടെക്സിന്റെ കാര്യമൊക്കെ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി ആരായിരിക്കും മിച്ചമുള്ളത്? നമ്മളുടെ അഡ്രിനൽ മെഡുല്ല അല്ലെ? ഏതാണ് മെഡുലാർ റീജിയൻ? ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റീജിയനെയാണ് നമ്മൾ മെഡുല്ല എന്ന് പറയുന്നത്. അതായത് അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഇന്നർ സൈഡ് അല്ലെങ്കിൽ ഇൻസൈഡിലുള്ള പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെഡുല്ല എന്ന് പറയുന്നത്. ഈ മെഡുല്ല മെയിൻലി രണ്ട് ഹോർമോൺസിനെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എസ്പെഷ്യലി എന്താണ്? എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്നിങ്ങനെ രണ്ട് പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. ഏതെങ്കിലും ഒരു പേര് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതിയാവും. എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. ഇങ്ങനെ രണ്ട് ഹോർമോൺസിനെയാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ മെഡുല്ലാർ റീജിയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ പറയുന്ന ഹോർമോൺസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അല്ലെ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഹോർമോൺസ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും ഒക്കെ എന്തിനാണ് ഈ പറയുന്ന മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ ആക്ട് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത്തരത്തിലുള്ള നമ്മുടെ ബോഡിയിൽ വരുന്ന എമർജൻസി സിറ്റുവേഷൻസിൽ ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നെന്നും ഏതൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതെന്നും ഒക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പം നമ്മളുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസിനെ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ആണെന്നും അതിൽ സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിന്റെ കൂടത്തിൽ തന്നെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പം ആക്ട് ചെയ്യുന്ന ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന രണ്ട് ഹോർമോൺസ്. ഓക്കെ, അപ്പൊ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പം നമ്മളുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ആക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും എന്ന് പറയുന്നത്. എപ്പിനെഫ്രിന്റെ കൂട്ടത്തിൽ തന്നെയായിരിക്കും ആരും ആക്ട് ചെയ്യുന്നത്? നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ആക്ട് ചെയ്യുന്നത്. അപ്പം എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ പറയുന്ന എപ്പിനെഫ്രിന്റെ കൂട്ടത്തിൽ തന്നെ ആക്ട് ചെയ്യുന്ന മറ്റൊരു ഹോർമോൺ ആണ് നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ നെർവസ് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. അവരെന്തിനാണ്? നമുക്കൊരു എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പം ആ എമർജൻസി സിറ്റുവേഷനിൽ ആക്ട് ചെയ്യുന്ന ഹോർമോൺസ് ആയിരിക്കും ഈ പറയുന്ന അഡ്രിനൽ മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പിനെഫ്രിനും അതുപോലെ തന്നെ നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. ഇത്രയുമാണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് പാർട്ടുണ്ട്. അഡ്രിനൽ മെഡുലയും അതുപോലെ തന്നെ അഡ്രിനൽ കോർട്ടെക്സും. അതുപോലെ തന്നെ
അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 3 ഹോർമോൺസ് ആയിരുന്നു കോർട്ടിസോള്, ആൾഡോസ്റ്റിറോൺ, സെക്സ് ഹോർമോൺസ്. അതേസമയത്ത് മെഡുല പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺ ആണ് നമ്മളുടെ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന 2 ഹോർമോൺസ്. ഓക്കെ, അപ്പൊ നമ്മൾക്കൊരു സ്ട്രെസ് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഈ പറയുന്ന ഹോർമോൺസ് ആക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു സ്ട്രെസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് പറയാൻ പറ്റുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ നമുക്കറിയാം, നമ്മളുടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മുടെ സിമ്പതറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സ്ട്രെസ് റെസ്പോൺസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മളുടെ ബ്രെയിനിലെ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന ഒരു റീജിയൺ ഉണ്ട്. അപ്പൊ ഈ ഹൈപ്പോ തലാമസ് എന്തിനെ ട്രിഗർ ചെയ്യുന്നു? നമ്മളുടെ ACTH എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ കേസിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ACTH എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മുടെ ഹൈപ്പോ തലാമസ് ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും? ഈ പറയുന്ന ACTHന്റെ പ്രൊഡക്ഷനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം ACTH എന്താണെന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത്. അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ ആണ് ആരെന്ന് പറയുന്നത്? ACTH എന്ന് പറയുന്നത്. ഈ പറയുന്ന ACTH എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ വന്നിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് ഈ പറയുന്ന സ്ട്രെസ്സിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ചേഞ്ച് വരുത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന അഡ്രിനൽ മെഡുലയും അതുപോലെ തന്നെ അഡ്രിനൽ കോർട്ടെക്സിലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസിനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പം നമ്മളുടെ അഡ്രിനാലിൻ അതുപോലെ തന്നെ നമ്മളുടെ കോർട്ടിസോൾ പോലെയുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ ആക്ട് ചെയ്യുന്ന ഹോർമോൺസ് ആക്ട് ചെയ്യുകയും അതുവഴി നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും. അതായത് ഇവിടെ കാണിച്ചേക്കുന്ന പോലെ നമ്മളെ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും, അതുപോലെ ഹാർട്ട് ബീറ്റ് റേസ് ചെയ്യും, പിന്നെ ഗ്ലൂക്കോസിന്റെ സിന്തസിസ് അവിടെ കൂടും, പിന്നെ അതുപോലെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഹാർട്ട് ബീറ്റ് ചെയ്യും, പിന്നെ നമ്മളുടെ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള ചേഞ്ചസ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളുടെ ബോഡിയിൽ ഈ ഒരു ചേഞ്ച് വരാനായിട്ട് കാരണമാകുന്നത്. ഇത്രയും പ്രോസസ്സുകൾ വഴിയാണ് നമ്മളുടെ ബോഡിയിൽ എന്ത് വരുന്നത്? ഈ ഒരു ചേഞ്ച് വരുന്നത്. ഓക്കെ, ഇത് നമ്മളുടെ ഒരു ഡെയിലി ലൈഫ് ചാർട്ടാണ്. അതായത് നമ്മളുടെ ഡെയിലി ലൈഫ് ചാർട്ട് ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ഒരു സമയത്ത് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കുന്നു, അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 8:30, 9 ഒക്കെ ആകുമ്പോഴേക്കും ഓഫീസിലേക്ക്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഓഫീസിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും 1 മണിയാകുമ്പോൾ വീണ്ടും നമുക്ക് വിശക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് 6 മണിയാകുമ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, വൈകുന്നേരം ഒരു സമയം വരെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു 10 മണി ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കിടന്നുറങ്ങുന്നു അല്ലെ. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ നടക്കുന്ന ഒരു റിതമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നമ്മളുടെ ബോഡിയിൽ എന്താണ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു സമയത്ത്, ചില സമയങ്ങളിൽ നമുക്ക് കറക്റ്റ് സമയത്ത് നമ്മൾ ഉറങ്ങും, അതുപോലെ കറക്റ്റ് സമയത്ത് എഴുന്നേക്കും. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഇപ്പം കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുകയും കറക്റ്റ് സമയത്ത് ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ എത്ര നേരം കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചാൽ പോലും ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? എഴുന്നേറ്റ് പോകും. നമ്മൾ ഒരു അലാവും വെക്കാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എഴുന്നേക്കും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? കിടന്നുറങ്ങും. അപ്പൊ നമ്മളുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള ചില ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അല്ലെ. അതായത് നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും, ഡെയിലി ലൈഫിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു വേയിലാണ് എപ്പോഴും നടക്കുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ നമ്മളുടെ ബോഡിയിൽ ഒരു നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള ഡെയിലി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ ബോഡിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഹോർമോൺസുകളുണ്ട്. ഓക്കെ, അപ്പം അത്തരത്തിൽ നമ്മളുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഹോർമോണിനെ നിങ്ങൾക്ക് അറിയാവോ? അതായത് കറക്റ്റ് സമയത്ത് നമ്മൾ ഉറങ്ങാനും അതുപോലെ കറക്റ്റ് സമയത്ത് എഴുന്നേക്കാനും കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാനും ഒക്കെ നമ്മളുടെ ബോഡീനെ എന്താണ്, ഓക്കെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ സമയമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ സമയമായി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പതിയെ എന്ത് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ തരുന്ന ഹോർമോൺ ഉണ്ട്. ആ ഹോർമോൺ പറയുന്ന പേരാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഹോർമോൺ പറയുന്ന പേരാണ് മെലാറ്റോണിൻ. ഓക്കെ, ഈ മെലാറ്റോണിനാണ് നമ്മളുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ മാത്രമല്ല, ആനിമൽസിന്റെ കേസിലൊക്കെ നോക്കുവാണെങ്കിലും, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടില് പൂവൻകോഴി ഉണ്ടെങ്കിൽ
അവർ ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും നിന്ന് കൂവാൻ തുടങ്ങും. അവരൊരു കാരണവശാൽ അവരുടെ ബോഡിയിൽ പ്രത്യേകിച്ച് അലാം ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമല്ല കിടന്നുറങ്ങുന്നത്. പക്ഷെ കറക്റ്റ് 5 മണിയാകുമ്പോൾ അവരെന്ത് ചെയ്യും? എഴുന്നേറ്റ് ഒന്ന് കൂവും അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാകും ഓക്കെ 5 മണി സമയമായി. അപ്പം ഇതും ഈ പറയുന്ന മെലാറ്റോണിന്റെ ആക്ടിവിറ്റിയാണ്. അതായത് അവരുടെ ബോഡിയിലും ഒരു ക്ലോക്ക് പോലെ ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തില് നമ്മളുടെ പല ഓർഗാനിസത്തിന്റെ ബോഡിയിലും ഇത്തരത്തിലുള്ള ഹോർമോൺസുകൾ ഉണ്ട്. അപ്പൊ ഹ്യൂമൻ ബീങ്സിലുള്ള നമ്മളുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. നമ്മളുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വേയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആര്? മെലാറ്റോണിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന മെലാറ്റോണിൻ എവിടെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എവിടെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എവിടെയായിരിക്കും? ഈ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. നമ്മളുടെ ബ്രെയിനില് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു റീജിയണിലായിട്ട് നമുക്ക് ഒരു പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഗ്ലാൻഡ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ പറയുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ സെക്രീഷനെ ഹെൽപ്പ് അല്ലെങ്കിൽ സെക്രീഷന് കാരണമാവുന്നത്. ഓക്കെ, ഈ പറയുന്ന മെലാറ്റോണിൻ കറക്റ്റ് വേയില് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കറക്റ്റ് സമയത്ത് ഒരു സമയമാകുമ്പോൾ നമുക്ക് ഉറക്കം വരികയും അത് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന മെലാറ്റോണിൻ ആണ് നമ്മളുടെ ബോഡിയിലെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോ ഈ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മെലാറ്റോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കറക്റ്റ് സമയത്ത് നമ്മൾ ഉറങ്ങുകയും കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുകയും കറക്റ്റ് സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, ഈ മെലാറ്റോണിന്റെ അളവ് കൂടുന്ന സമയത്താണോ നമ്മൾ ഉറങ്ങുന്നത് അതോ കുറയുന്ന സമയത്താണോ ഉറങ്ങുന്നത് എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. ഈ മെലാറ്റോണിന്റെ അളവെന്ന് പറയുന്നത് നൈറ്റ് ടൈമിൽ കൂടുതലായിരിക്കും. മെലാറ്റോണിന്റെ എമൗണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന നമ്മുടെ മെലാറ്റോണിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് നൈറ്റ് ടൈമിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതേ സമയത്ത് ഡേ ടൈമിൽ കുറവുമായിരിക്കും. നൈറ്റ് ടൈമിൽ ഓരോരോ ടൈം പീരീഡ് കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ മെലാറ്റോണിന്റെ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. അതേസമയം നമ്മൾ വേക്കപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മൾ എഴുന്നേക്കാനുള്ള ഒരു സമയമായി കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഈ പറയുന്ന മെലാറ്റോണിന്റെ എമൗണ്ട് എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ കുറയുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ ഒരു 6 മണി അല്ലെങ്കിൽ 7 മണിയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എഴുന്നേക്കുന്നത്. ഓക്കെ, അപ്പം അത് മാത്രമല്ല ഈ മെലാറ്റോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ചില ഓർഗാനിസത്തില് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈമിലായിരിക്കും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ്ലി അവര് ഹൈലി ആക്റ്റീവ് ആയിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും. ചില ഓർഗാനിസത്തിന്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് പീരിയഡ്സ് ഉണ്ടായിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രമായിരിക്കും അവർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആവുന്നത്. അപ്പൊ ഇത്തരത്തില് റീപ്രൊഡക്റ്റീവ് പീരിയഡ്സ് ഉള്ള ഓർഗാനിസത്തിന്റെ കേസിൽ ഈ ഒരു ആക്ടിവിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ മെലാറ്റോണിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെലാറ്റോണിൻ എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളുടെ റെഗുലർ ആയിട്ട് നടക്കുന്ന ബോഡി ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് പീരിയഡ്സ് ഉള്ള ഓർഗാനിസത്തില് കറക്റ്റ് ടൈമില് റീപ്രൊഡക്റ്റീവ്ലി അവരെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ പറയുന്ന ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ പീനിയൽ ഗ്ലാൻഡിനെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ബോഡിയിലെ റിതമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ മെലാറ്റോണിൻ ആണ്. മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ പീനിയൽ ഗ്ലാൻഡ് ആണ് മെലാറ്റോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? ഒരു ക്ലോക്ക് പോലെ കറക്റ്റ് സമയങ്ങളിലാണ് നമ്മുടെ ആക്ടിവിറ്റീസ് നടക്കുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹോർമോണിനെ എന്തും അറിയപ്പെടുന്നുണ്ട്? ബയോളജിക്കൽ ക്ലോക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞു നൈറ്റ് ടൈമിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഡേ ടൈമില്
നമ്മൾ എന്താണ് ഉണർന്നെഴുന്നേറ്റ് ഭയങ്കര ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന സമയമായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വർക്ക് ചെയ്യുകയും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും ഡേ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്നത് ഹയർ എമൗണ്ടിലായിരിക്കും നൈറ്റ് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ നൈറ്റ് ടൈമിൽ മെലാറ്റോണിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ടാണ് നമ്മൾ രാത്രിയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, നല്ല ക്ഷീണം വന്ന് നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോകുന്നത്. അതേ സമയത്ത് ഓരോ ടൈം കഴിയുന്നതിനനുസരിച്ച് ഇപ്പൊ നമ്മൾ 10 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ 12 മണി, 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണിയൊക്കെ ആയി കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഈ പറയുന്ന മെലാറ്റോണിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറയുകയും കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു 7 മണി അല്ലെങ്കിൽ ഒരു 6 മണിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മളുടെ ഓർഗാനിസംസ് ചില ഓർഗാനിസത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് പീരീഡ് ഉണ്ടായിരിക്കും. അതായത് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലായിരിക്കും അവര് റീപ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലി ഓക്കെ ആയിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. ആ ഒരു ടൈമില് ഇത്തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന നമ്മളുടെ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആയിരിക്കും. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഹോർമോൺസുകളൊക്കെ തന്നെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ഏതെങ്കിലും നമ്മുടെ ബോഡിയിലെ ആക്ടിവിറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആക്ട് ചെയ്യുന്ന ഹോർമോൺസ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ എല്ലാ ഹോർമോൺസും അല്ലെ. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പം നമ്മൾ ചെറുതായിരിക്കുമ്പം, അതായത് നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഒരു സമയത്ത് ചില ഹോർമോൺസിന്റെ എമൗണ്ട് കൂടുതലും, പിന്നീട് നമ്മൾ വളർന്ന് ഒരു 10, 30 ഒക്കെ വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 40, 45 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോണിന്റെ എമൗണ്ട് കുറയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഹോർമോൺസ് എന്തെങ്കിലും ഉണ്ടാവുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഉണ്ടാവുമോ? അത്തരത്തിലൊരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് നമ്മളുടെ തൈമസ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ തൈമസ് ഗ്ലാൻഡ്. ഈ തൈമസ് ഗ്ലാൻഡ് ആണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഹോർമോൺ ഒരു പ്രത്യേകതയുണ്ട്. നമ്മള് എന്താണ് ചെറുപ്പത്തിലായിരിക്കുമ്പോൾ, ഇപ്പം ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയിൽ ഈ പറയുന്ന തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഹോർമോണിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പക്ഷെ ആ കുട്ടി വളർന്ന് വലുതായി നമ്മളെ പോലെ 10, 15 വയസ്സൊക്കെ കഴിഞ്ഞ് അത് പതിയെ മുമ്പോട്ട് പോയി 10, 30 വയസ്സായി 40 വയസ്സായി കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോണിന്റെ എമൗണ്ട് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അത്തരത്തിലൊരു ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ഏതാണ് ആ ഗ്ലാൻഡ്? തൈമസ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോ ഈ തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് പറയാവോ? ആ ഹോർമോണിന്റെ പേരാണ് തൈമോസിൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, തൈമോസിൻ എന്നറിയപ്പെടുന്ന ഹോർമോൺ, തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈമോസിൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, എന്തുകൊണ്ടായിരിക്കും ചെറുപ്പത്തിൽ, അതായത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഈ പറയുന്ന തൈമോസിന്റെ എമൗണ്ട് കൂടുതലും പിന്നീട് ഈ പറയുന്ന തൈമോസിന്റെ എമൗണ്ട് കുറഞ്ഞു വരികയും ചെയ്യുന്നതാണ്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ തൈമസ് ഗ്ലാൻഡിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചെറുപ്പത്തിലായിരിക്കുമ്പം ഈ പറയുന്ന തൈമസ് ഗ്ലാൻഡിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പം നമുക്കറിയാം തൈമസ് ഗ്ലാൻഡിന്റെ ആക്ടിവിറ്റി കൂടുക എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, തൈമസിന്റെ പ്രൊഡക്ഷനും എന്തായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ, നല്ല രീതിയിൽ കൂടുതലായിരിക്കും. അതേ സമയത്ത് തൈമസ് ഗ്ലാൻഡ് നമ്മൾ വളരുന്നതിനനുസരിച്ച് ഈ പറയുന്ന തൈമസ് ഗ്ലാൻഡിന്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യും, പതിയെ കുറഞ്ഞു വരികയും തൈമോസിന്റെ എമൗണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈമോസിന്റെ എമൗണ്ട് കുറയുകയും ചെയ്യും. അപ്പോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ എമൗണ്ട് കുറയുന്നത് കൊണ്ട്, അതായത് നമ്മൾ ഡെവലപ്മെന്റ് നടന്ന് വലുതാവുന്നതിനനുസരിച്ച് ഈ പറയുന്ന തൈമോസിന്റെ എമൗണ്ട് കുറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീർച്ചയായും ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തൈമസ് ഗ്ലാൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം നമ്മളുടെ ബോഡിയിൽ ഡിസീസസിനെ റെസിസ്റ്റന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് അല്ലെ. ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ മേജർ ആയിട്ടുള്ള ഒരു സെല്ലാണ് ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലഡ് സെല്ലാണ് ടി ലിംഫോസൈറ്റ്. അത് നമ്മളുടെ WBCയുടെ പാർട്ടാണ്. WBCയിലെ ടൈപ്പ് ഓഫ് WBCയിലെ ഒരെണ്ണമാണ് ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഈ ടി ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നത്,
മെച്ചുവർ ആവുന്നത്, അതായത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ബോൺ മാരോയിലാണെങ്കിലും, പക്ഷെ ഇവയ്ക്കൊരു പ്രത്യേകതയുള്ളത്, ഇവര് മെച്ചുവർ ആവുന്നത് തൈമസ് ഗ്ലാൻഡിൽ വെച്ചിട്ടായിരിക്കും. ഓക്കെ, തൈമസ് ഗ്ലാൻഡിൽ വെച്ചിട്ടായിരിക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ടി ലിംഫോസൈറ്റിന്റെ മെച്ചുവർ സൈറ്റ് ആണ്. ഈ ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒരു ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന ഒരു സെല്ലാണ് ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ തൈമസ് ഗ്ലാൻഡിന് ഒബിയസ്ലി ആക്ടിവിറ്റി കുറഞ്ഞു കഴിയുമ്പം ഈ പറയുന്ന ടി ലിംഫോസൈറ്റുകളുടെ മെച്ചുറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടി ലിംഫോസൈറ്റ് മെച്ചുർ ആവുന്നത് എന്ത് സംഭവിക്കും? റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മളുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റവും വീക്ക് ആകുന്നതിന് കാരണമാകും. അപ്പൊ എന്ത് സംഭവിക്കും? ചെറുപ്പത്തില് നമുക്ക് ഹൈലി ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരായിരിക്കും നമ്മൾ. അതേസമയം നമ്മൾ എന്താണ്, ഓൾഡർ ആവുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മളുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടെ റെഡ്യൂസ് ചെയ്യും. അപ്പോ ഈ പ്രായമൊക്കെ ആയ ആളുകളുണ്ടല്ലോ, അതായത് നമ്മളുടെ പപ്പ ആയിക്കോട്ടെ, മമ്മി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വെല്ലിപ്പച്ചന്മാരും വെല്ലിമ്മച്ചിമാരും ഒക്കെ നോക്കുമ്പം അവർക്ക് എപ്പോഴും അസുഖങ്ങൾ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ അവരെപ്പോഴും ഒരു ഡിസീസ് കണ്ടീഷനിലേക്ക് പോകാനുള്ള ചാൻസസ് അവർക്ക് വളരെ കൂടുതലാണ്. അത് എന്തുകൊണ്ടായിരിക്കും? ഈ പറയുന്ന ടി ലിംഫോസൈറ്റ് അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പർ ആയിട്ട് മെച്ചുവർ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇത്തരത്തില് പ്രായമായി കഴിഞ്ഞു കഴിയുമ്പം നമ്മുടെ വെല്ലിച്ചാച്ചനും അല്ലെങ്കിൽ വെല്ലിപ്പച്ചിമാർക്കും ഒക്കെ എന്ത് സംഭവിക്കുന്നത്? പല പല രോഗങ്ങളിലേക്ക് അവര് പോകുന്നത്. അപ്പോ ഈ തൈമസ് ഗ്ലാൻഡിന്റെ പ്രത്യേകത എന്താണ്? തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് തൈമോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന തൈമോസിൻ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിഫൻസ് സെല്ല് നമ്മളുടെ ബോഡിയിലെ മെച്ചുറേഷന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടാണ് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൈമസ് എന്ന് പറയുന്ന റീജിയൻ. അപ്പൊ ഈ പറയുന്ന തൈമസിന് എന്ത് സംഭവിക്കും? നമ്മൾ ഇൻഫാന്റ് സ്റ്റേജിലൊക്കെ ആയിരിക്കുമ്പം അത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ നമ്മള് അഡോളസെന്റ് ഏജ് അല്ലെങ്കിൽ ഓൾഡർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്കൊക്കെ പോയി കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഹോർമോൺസിന്റെ എമൗണ്ട് അവിടെ കുറയുകയും അതുവഴി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും? വീക്ക് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തൈമസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ തൈമോസിൻ എന്ന് പറയുന്നത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഈ പറയുന്ന ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ തന്നെ ഏറ്റവും ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിലായിരിക്കും ഈ പറയുന്ന തൈമസ് ഗ്ലാൻഡ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹോർമോണിനെ, അല്ലെങ്കിൽ ഈ പറയുന്ന തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണിനെ നമ്മൾ യൂത്ത് ഹോർമോൺസ് എന്നും അറിയപ്പെടുന്നുണ്ട്. എന്തെന്നും അറിയപ്പെടുന്നുണ്ട്? യൂത്ത് ഹോർമോൺസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? ഒരു യൂത്ത് ആയിരിക്കുന്ന സമയത്തായിരിക്കും ഈ പറയുന്നതിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കുന്നത്. പിന്നീട് മുമ്പോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഇതിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പതിയെ റെഡ്യൂസ് ചെയ്തു വരും. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? യൂത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് നമ്മുടെ തൈമോസിൻ എന്ന് പറയുന്ന, നമ്മുടെ തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ തൈമസ് ഗ്ലാൻഡിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. അപ്പൊ നമ്മുടെ തൈമസ് ഗ്ലാൻഡ് എന്താണ്? സ്റ്റേണത്തിന്റെ ബിഹൈൻഡ് ആയിട്ട്, അല്ലെങ്കിൽ സ്റ്റേണം എന്ന് പറയുന്ന നമ്മളുടെ ലോക്കോമോഷൻ ചാപ്റ്റർ ഐ തിങ്ക് 9ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, നമ്മൾ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നമ്മൾ ഈ പറയുന്ന പലതരത്തിലുള്ള ബോൺസിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ നമ്മുടെ സ്റ്റേണം എന്ന് പറയുന്ന ഒരു പോർഷനെ കുറിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പോർഷന്റെ തൊട്ട് ബാക്കിൽ, അല്ലെങ്കിൽ ബിഹൈൻഡ് ആയിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് നമ്മളുടെ തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇൻഫാൻസി സ്റ്റേജിൽ ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആയിരിക്കും ഈ പറയുന്ന തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ആ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈമോസിൻ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻഫാൻസി സ്റ്റേജിലാണ് ഇത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഹൈലി ആക്റ്റീവ് ആയിരിക്കുന്നതും എന്താണ്, നമ്മുടെ ലൈഫിന്റെ ആദ്യ കാലഘട്ടങ്ങളിലായിരിക്കും ഈ പറയുന്ന തൈമോസിൻ എന്ന് പറയുന്നത് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹോർമോണിനെ നമ്മൾ യൂത്ത് ഹോർമോൺ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ടി ലിംഫോസൈറ്റിന്റെ മെച്ചുറേഷനും അതുപോലെ തന്നെ അതിന്റെ ആക്ടിവിറ്റീസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന നമ്മളുടെ തൈമോസിൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ ഗ്രാൻഡ് പേരൻസിന്റെയും അതുപോലെ തന്നെ നമ്മളുടെ ഫാദറിന്റെയും മദറിന്റെയും ഒക്കെ
ബോഡിയിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ തൈമോസിൻ ആരുടെ ബോഡിയിലായിരിക്കും കാണപ്പെടുന്നത്? നമ്മളുടെ ബോഡിയിലായിരിക്കും. അപ്പൊ എന്റെ ബോഡിയിലുള്ള തൈമോസിനെക്കാട്ടിലും കൂടുതൽ നിങ്ങളുടെ ബോഡിയിൽ കാണും. കാരണം നിങ്ങൾ കുറച്ചുകൂടി കുഞ്ഞു പിള്ളേരാണ്. അപ്പം കൊച്ചു പിള്ളേരായതുകൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ കുറച്ചുകൂടി ഈ പറയുന്ന തൈമോസിന്റെ സെക്രീഷൻ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി കുറച്ചുകൂടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസീസസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. അതേസമയത്ത് പ്രായമായി കഴിഞ്ഞു കഴിയുമ്പം ഇത് നേരെ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ആവും. ഈ പറഞ്ഞ തൈമോസിന്റെ സെക്രീഷൻ ഒക്കെ കുറയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ടി ലിംഫോസൈറ്റിന്റെ മെച്ചുറേഷൻ പ്രോപ്പർ വേയിൽ നടക്കാതെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുകയും പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരികയും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മളുടെ തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ തൈമസ് ഗ്ലാൻഡും അതിന്റെ ഫങ്ഷൻസും ഒക്കെ. ഇനിയും ഇപ്പൊ നമ്മൾ കുറെ ഗ്ലാൻസിനെ കുറിച്ചും അതിന്റെ സെക്രീഷൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഏതൊക്കെ ഗ്ലാൻസ് ആയിരുന്നു പഠിച്ചത്? നമ്മൾ പഠിച്ചത് അഡ്രിനൽ ഗ്ലാൻഡിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ പീനിയൽ ഗ്ലാൻഡിനെ കുറിച്ച് പഠിച്ചു. പിന്നെ പഠിച്ച ഏതായിരുന്നു? നമ്മുടെ തൈമസ് ഗ്ലാൻഡിനെ കുറിച്ച് പഠിച്ചു. അപ്പം ഇത്രയും ഗ്ലാൻഡുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓരോ ഗ്ലാൻഡുകൾക്കും അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അഡ്രിനൽ ഗ്ലാൻഡ് എന്തായിരുന്നു? അഡ്രിനൽ ഗ്ലാൻഡിനെ നമ്മളൊന്ന് കോമൺ ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ആക്ട് ചെയ്യുന്ന ഹോർമോണാണ്. ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് ആരെന്ന് പറയുന്നത്? അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതേ സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ആ ടി ലിംഫോസൈറ്റിന്റെ മെച്ചുറേഷനും അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈമോസിൻ. ആ തൈമോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതായിരുന്നു? തൈമസ് ഗ്ലാൻഡ് അല്ലെ? തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ് ആരുടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? യൂത്ത് ഹോർമോൺസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഗ്ലാൻഡിനെ കുറിച്ചും കൂടി ഡിസ്കസ് ചെയ്തായിരുന്നു. നമുക്കറിയാം അത് നമ്മുടെ ബ്രെയിനിന്റെ ഏകദേശം സെൻട്രൽ റീജിയനിലായിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഏത് ഹോർമോണിയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെലാറ്റോണിൻ എന്ന് പറയുന്ന നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് മെലാറ്റോണിൻ. ആ മെലാറ്റോണിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ പീനിയൽ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ പീനിയൽ ഗ്ലാൻഡും അതുപോലെ അതിന്റെ പ്രത്യേകതകളും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Manorama Horizon. Learning made simple.